പ്രിയാത്മരെ, ഇന്ന് 27 സെപ്റ്റംബർ 2024 വെള്ളിയാഴ്ച മാതാ അമൃതാനന്ദമയിയുടെ 71-ാം പിറന്നാൾ ആഘോഷമാണ്. പതിവായിട്ട് അമ്മയെ പരിചയപ്പെട്ട നാൾ മുതലേ എല്ലാ അമ്മയുടെ ജന്മദിനങ്ങളിലും അമ്മയെ ഓർത്ത് ഞാൻ എഴുതാറുള്ള പാട്ടുകൾ അമ്മയുടെ തിരുമുഖത്ത് നോക്കി പാടുന്ന ഒരു പതിവ് എനിക്കുണ്ട്. ഇന്നും എനിക്ക് അവിടം വരെ പോയി അമ്മയെ കണ്ട് ഈ പാട്ട് പാടണമെന്നുള്ള മോഹത്തിലാണ് ഞാൻ രാവിലെ എഴുന്നേറ്റതും അമ്മയെ കാണും മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ഈ പാട്ട് പരിചയപ്പെടുത്തുന്നത്. കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തുവും പശുക്കളെ മേയ്ക്കുന്ന കൃഷ്ണനും മുക്കോക്കുടിലിൽ ജനിച്ച മാതാ അമൃതാനന്ദമയിയുടെ കുട്ടിക്കാലവും എല്ലാം ഞാൻ ഒരു മാലയിൽ കോർത്ത കാലമാകുന്ന മാലയിൽ കോർത്ത 3 മുത്തുമണികളായിട്ടേ കാണുന്നുള്ളൂ. എനിക്കതേ കഴിയുന്നുള്ളൂ. കാരണം തത്വമസി എന്നെൻ്റെ അയ്യപ്പൻ പറഞ്ഞുപോയി. അത് നീ തന്നെയാകുന്നു. ഏത് നീ തന്നെയാകുന്നു? ഏതൊക്കെയുണ്ടോ അതൊക്കെ നീ തന്നെയാകുന്നു. അങ്ങനെ വന്നാൽ മതി. അതാ അതിൻ്റെ ചേലും. ഏതായാലും കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനാ ശൈലി പോലും കൈവിട്ടുപോയ കലികാലത്തിലെ പൗരോഹിത്യത്തിൻ്റെ ചെപ്പട്ടയ്ക്ക് അടിക്കുന്ന പ്രഹരമാണ് അമ്മയുടെ പ്രാർത്ഥനാ യജ്ഞവും. പ്രാർത്ഥനാ യജ്ഞമല്ല, പ്രാർത്ഥനാ ശീലം പഠിപ്പിക്കൽ. അത് അനുഭവിച്ചവനാ ഞാൻ. വാട്ട് ഈസ് മെഡിറ്റേഷൻ? എങ്ങനെയാണ് നീ നിന്നിലെ ദൈവത്തെ കണ്ടെത്തേണ്ടതിനുള്ള ടെക്നോളജി അമ്മ അവിടെ വരുന്ന 10,000-കണക്കിന് ആളുകൾക്ക് ലോകമെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അമ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ അമ്മയ്ക്ക് കിട്ടുന്ന ഇതിൽ അമ്മ കൊടുക്കുന്നെങ്കിൽ വലിയ സന്തോഷം. അതൊന്നുമല്ല. അല്ലാതെ നല്ല ശീലങ്ങൾ, ഋഷിതുല്യരായ അവതാരങ്ങൾ ഇവിടെ വന്ന് ശീലിപ്പിച്ച നല്ല ശീലങ്ങൾ ഒരുപാട് ഈ കലിയുഗത്തിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അമ്മയുടെ പുണ്യ അവതാരം കൊണ്ട് ഞാൻ കണ്ടറിഞ്ഞ സത്യം. ഞാൻ പാട്ടിലേക്ക് തുടങ്ങട്ടെ. അമൃതാംബികയെ നിന്നെ ഓർമ്മിച്ച നേരം എൻ്റെ ആത്മാവിൽ ആനന്ദത്തേൻ കിനിഞ്ഞു. സ്വത്രസ്തവങ്ങളെന്മാതേ നിൻ ധ്യാനത്തിൽ ആരാത്മഹർഷം ഒളിച്ചു വച്ചു. പൂവിൽ സുഗന്ധം മറഞ്ഞിരിക്കുന്ന പോൽ നീരത തേരതിൽ മാരി പോലെ നിന്റെ സ്തുതികളിൽ നിൻ കീർത്തനങ്ങളിൽ നിത്യപ്രമോദം ലയിച്ചിരിപ്പു. ഇമ്പനിക്ഷേപങ്ങൾ പേറി നീ കാലേ എൻ ചിത്തകവാടത്തിൽ മുട്ടി. എന്നാൽ നട്ടുച്ചയോളം ഞാൻ വാതിൽ തുറക്കാതെ മിഥ്യതൻ മത്തിൽ മയങ്ങിയല്ലോ. ഈ നഷ്ടബോധമാണ് 70-ാമത്തെ വയസ്സിൽ അമ്മയെ കണ്ടെത്തിയ ഈ 78-കാരനുള്ളത്. ലേറ്റായിപ്പോയല്ലോ. ക്രിസ്തു ജനിച്ചപ്പോൾ ഞാനില്ലായിരുന്നു, കൃഷ്ണൻ അവതരിച്ചപ്പോഴും ഞാനില്ലായിരുന്നു. പക്ഷേ മാതാ അമൃതാനന്ദമയി ഇവിടെ തൊട്ടടുത്ത ഗ്രാമത്തിലുണ്ടായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. സാരമില്ല, ഒരിക്കലും ആവാത്തതിലും നല്ലത് എപ്പോഴെങ്കിലും ഇന്നെങ്കിലും ആയല്ലോ. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ. ഇനി പാടട്ടെ. ആസ്മയുടെ നല്ല ശല്യം എനിക്കുണ്ട്, ശ്വാസം കിട്ടുന്നില്ല. എന്നാലും തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ എന്ന അച്ഛൻ്റെ പാട്ട് പോലെ അമൃതാംബികെ നിന്നെ ഓർമ്മിച്ച നേരം എന്നാത്മാവിലാനന്ദത്തേൻ കിനിഞ്ഞു. അമൃതാംബികെ നിന്നെ ഓർമ്മിച്ച നേരം എന്നാത്മാവിലാനന്ദത്തേൻ കിനിഞ്ഞു. സ്തോത്രസ്തവങ്ങളന്മാതേ നിൻ ധ്യാനത്തിൽ ആരാത്മഹർഷം ഒളിച്ചു വച്ചു. പൂവിൽ സുഗന്ധം മറഞ്ഞിരിക്കുന്ന പോൽ നീരത തേരതിൽ മാരി പോലെ. പൂവിൽ സുഗന്ധം മറഞ്ഞിരിക്കുന്ന പോൽ നീരത തേരതിൽ മാരി പോലെ. നിന്റെ സ്തുതികളിൽ നിൻ കീർത്തനങ്ങളിൽ നിത്യപ്രമോദം ലയിച്ചിരിപ്പൂ.
അമൃതാംബികെ നിന്നെ ഓർമ്മിച്ച നേരം എന്നാത്മാവിലാനന്ദത്തേൻ കിനിഞ്ഞു. സ്തോത്രസ്തവങ്ങളന്മാതേ നിൻ ധ്യാനത്തിൽ ആരാത്മഹർഷം ഒളിച്ചു വച്ചു. ഇമ്പ നിക്ഷേപങ്ങൾ പേറി നീ കാലേ എൻ ചിത്ത കവാടത്തിൽ മുട്ടിയെന്നാൽ. ഇമ്പ നിക്ഷേപങ്ങൾ പേറി നീ കാലേ എൻ ചിത്ത കവാടത്തിൽ മുട്ടിയെന്നാൽ. നട്ടുച്ചയോളം ഞാൻ വാതിൽ തുറക്കാതെ, നട്ടുച്ചയോളം ഞാൻ വാതിൽ തുറക്കാതെ മിഥ്യതന്മത്തിൽ മയങ്ങിയല്ലോ, മിഥ്യതന്മത്തിൽ മയങ്ങിയല്ലോ. അമൃതാംബികെ നിന്നെ ഓർമ്മിച്ച നേരം എന്നാത്മാവിലാനന്ദത്തേൻ കിനിഞ്ഞു. സ്തോത്രസ്തവങ്ങളന്മാതേ നിൻ ധ്യാനത്തിൽ ആരാത്മഹർഷം ഒളിച്ചു വെച്ചു. ആരോ ഒളിച്ചു വെച്ചു, ഞാനത് നുകരുന്നമ്മേ. അമ്മേ പ്രണാമം, അമ്മേ പ്രണാമം. എന്നെ കേട്ട വിശ്വാസികളുടെ സമൂഹമേ, വിശ്വാസമല്ലിത്, അനുഭവമാ. തേനിനെ വിശ്വസിക്കണ്ട, തേൻ നുകർന്നാൽ മതി. ദൈവത്തെ വിശ്വസിക്കരുത്, ദൈവത്തെ അനുഭവിച്ചാൽ മതി. നിൻ്റെ ഉള്ളിലെ ബോധ ചൈതന്യമായിട്ട് നിന്നെക്കൊണ്ടെല്ലാം അറിയിക്കുന്ന, തേനിനെ മധുരമുണ്ടെന്ന് പോലും അറിയിക്കുന്ന ആ അറിയുന്നവനെ നിൻ്റെ ഉള്ളിൽ അറിഞ്ഞ് ആസ്വദിച്ച് ആനന്ദിച്ച് എല്ലാവരും സ്വർഗീയരാകുകയും നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിങ്ങളുടെ 1000 മനസ്സുകളുടെ അമ്മയ്ക്കുള്ള പുണ്യ ആശംസകൾ പേറി ഞാൻ എൻ്റെ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. അമ്മയെ സ്വീകരിച്ചാലും സ്വീകരിച്ചാലും. താങ്ക് യു.